ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കപ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് അരിഞ്ഞെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്രേറ്റർ കൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാത്തിനെയും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. വച്ചതിന് ശേഷം 2 വെള്ളം കഴുകി വൃത്തിയായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുന്നൻ പരിപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വേണമെന്നില്ല, ശകലമായിട്ട് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർന്നതിന് ശേഷം ഒരു സവാള ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയാവുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയ്ക്ക് നന്നായിട്ട് വെള്ളം എല്ലാം പോയതിന് ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ അരപ്പ് നോക്കാം. തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. അടച്ചു വെച്ചിരുന്നാലും അപ്പോഴപ്പോഴേ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ചില ഉപ്പ് കുറവ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാൻ വീണ്ടും. ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെക്കാം. അടച്ച് അത് നല്ലതായിട്ട് ഒന്ന് ആവി കയറി വേണം. അതിനുശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും മതിയെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നമുക്ക് സ്റ്റൗവിനെ ഓഫ് ചെയ്ത് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ചുകൂടി വറുത്താണ് എടുക്കാൻ പോണത്. നല്ലൊരു തോരനാണ്. ഒന്ന് ചെയ്ത് നോക്കുക. 2 ദിവസമായാലും ഒന്നും ചെയ്യില്ല. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.